പാർട്സ് ഓഫ് സ്പീച്ചിൽ ക്ലോസ്ഡ് ക്ലാസ് വേർഡ്സിൽ വരുന്ന സെവൻത്ത് ടൈപ്പ് വേറൊരു കാറ്റഗറിയാണ് കൺജങ്ഷൻസ്. കൺജങ്ഷൻസ് എന്ന് പറയുന്ന വേർഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു ജോയിൻ ടുഗെദർ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ സെൻറ്റൻസ്. പല പാർട്സിനെയും സെൻറ്റൻസിൽ തന്നെ ഡിഫറെൻറ്റ് പാർട്സിനെ കമ്പൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ്സാണിത്. ഫോർ എക്സാമ്പിൾ, ഒരു സെൻറ്റൻസ് പറയുമ്പോൾ വി സ്റ്റഡി ആൻഡ് വി പ്ലേ എന്ന് പറയുമ്പോൾ ആൻഡ് ആണ് അതിൽ കൺജങ്ഷൻ. അപ്പം വി സ്റ്റഡി എന്ന് പറയുന്ന ഒരു പാർട്ടും അടുത്ത വി പ്ലേ എന്ന് പറയുന്നത് വേറൊരു പാർട്ടും, എന്നാലും അതിനെ രണ്ടിനെയും കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നു. പിന്നെ ബോയ്സ് ആൻഡ് ഗേൾസ് എന്ന് പറയുമ്പോൾ രണ്ട് നൗൺസ്, അതിനെ രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്യാൻ ആൻഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ അത് യൂസ് ചെയ്യുന്നു. വേറൊരു സെൻറ്റൻസാണ് ദേ പ്ലേ ബട്ട് ദേ ഡു നോട്ട് എൻജോയ് ഇറ്റ് എന്ന് പറയുന്നിടത്ത് ബട്ട് എന്നുള്ളതാണ് അതിലെ കൺജങ്ഷൻ. ദേ പ്ലേ അതിൻ്റെ വേറെ പക്ഷേ എന്ന് പറഞ്ഞിട്ട് പറയാൻ വേണ്ടിയിട്ട് ബട്ട് എന്ന് പറഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇത് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് അങ്ങനെ സെൻറ്റൻസ് ലെങ്തൻ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ വേറൊരു എക്സാമ്പിൾ ദേ ക്യാൻ പ്ലേ ഓർ സ്റ്റഡി എന്ന് പറയുമ്പോൾ ദേ ക്യാൻ പ്ലേ ഓർ ദേ ക്യാൻ സ്റ്റഡി എന്ന് പറയുന്നതിന് പകരം പ്ലേ സ്റ്റഡി എന്ന് പറയുന്ന രണ്ട് വേർബ്സിനെയും കൂടി ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ട് അങ്ങനെ ആ സെൻറ്റൻസ് ബിൽഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇങ്ങനെയുള്ള ഫങ്ഷൻസാണ് കൺജങ്ഷൻസ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് പാർട്സിനെ കമ്പൈൻ ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ മെയിനായിട്ട് 3 ടൈപ്സ് ഓഫ് കൺജങ്ഷൻ, 3 ടൈപ്സ് ആർ അവൈലബിൾ. വൺ ഇസ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, another one subordinating conjunction, then correlative conjunction. These are the 3 main categories available in conjunctions. അതിൽ ഫസ്റ്റ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറയുന്നത് ജോയിൻ നെയിംസ് ഓഫ് ഐഡിയാസ്, തിങ്സ്, ഫ്രേസസ് ആൻഡ് ക്ലോസസ് ദാറ്റ് എൻജോയ് ഈക്വൽ സ്റ്റാറ്റസ് ഇൻ എ സെൻറ്റൻസ്. അപ്പം അതിൽ 7 ടൈപ്പാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉള്ളത്. ഫോർ, ആൻഡ്, നോർ, ബട്ട്, or, yet, so. These are the 7 coordinating conjunctions available in English. അതിൽ ഫോർ എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് റീസൺ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനൊരു സെൻറ്റൻസ് വൈസ് എക്സാമ്പിൾ, ദ റൂം വിൽ ബി ലോക്ക്ഡ് ഫോർ ഐ വിൽ ബി എവേ. ഫോർ എന്ന് വെച്ചാൽ ഞാൻ റൂം ലോക്ക്ഡ് ആയിരിക്കും, അതിൻ്റെ റീസൺ എന്താണെന്ന് ഐ വിൽ ബി എവേ, ഞാൻ എവേ ദൂരെ ആയതുകൊണ്ട് എന്നുള്ള റീസൺ പറയാൻ വേണ്ടിയിട്ട്. ആൻഡ് എന്ന് പറയുന്നത് ജോയിൻസ് സിമിലർ പാർട്സ്. അതിൽ ബട്ട് വി സ്റ്റഡി ആൻഡ് വി പ്ലേ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ വെച്ച് പറയുക വെച്ചാൽ വി സ്റ്റഡി ആൻഡ് വി പ്ലേ എന്ന് പറയുന്നിടത്ത് വി സ്റ്റഡി എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റും വേർബും കൂടിയിട്ടുള്ളൊരു പാർട്ട്, അതേ സെൻറ്റൻസിൻ്റെ വേറൊരു പാർട്ടാണ് വി പ്ലേ. അതിന് രണ്ടിനെയും തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു. ബോയ്സ് ആൻഡ് ഗേൾസ് എന്ന് പറയുന്നിടത്തായാലും രണ്ട് നൗൺസിന് സിമിലർ പാർട്സാണത്, അതിനെ രണ്ടിനെയും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നോർ എന്ന് പറയുന്നത് കോർഡിനേറ്റിംഗ് കൺജങ്ഷനിലെ 3rd ടൈപ്പാണ് നോർ. അത് ജോയിൻ ചെയ്യുന്നത് രണ്ട് സിമിലർ നെഗറ്റീവ് പാർട്സിനെയാണ്. ഫോർ എക്സാമ്പിൾ സെൻറ്റൻസ് ദേ ഡു നോട്ട് സ്റ്റഡി നോർ ദേ ഡു നോട്ട് പ്ലേ എന്ന് പറയുന്നത് രണ്ടും ചെയ്യുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. ബട്ട് എന്ന് പറയുന്ന 4th ടൈപ്പ്, അതിലെ 4th ടൈപ്പ് ഒന്ന് ബട്ട്, അത് ദറ്റ് റെപ്രസെൻറ്റ്സ് എ കോൺട്രാസ്റ്റ്. വെച്ചാൽ ദേ പ്ലേ ബട്ട് ദേ ഡു നോട്ട് എൻജോയ് ഇറ്റ്, ചെയ്യുന്നു പക്ഷേ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രാസ്റ്റ് ആണ്. നോർമലി അതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ദേ പ്ലേ, ദേ ആർ സപ്പോസ്ഡ് ടു എൻജോയ് ഇറ്റ്, ബട്ട് ഈ കേസിൽ ഇല്ല എന്ന് പറയുവാണ്. സോ അതുകൊണ്ട് ഇത് റെപ്രസെൻറ്റ് ഇത് ചെയ്യുന്നത് ഒരു കോൺട്രാസ്റ്റ് ആണ്. ഓർ എന്നതാണ് 5ാമത്തൊരു അവൈലബിൾ ആയിട്ടുള്ള കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. അത് ഇറ്റ് റെപ്രസെൻറ്റ്സ് എൻ ആൾട്ടർനേറ്റീവ് ആസ് യൂഷ്വൽ. ഓർ എന്ന് പറയുമ്പോൾ ദേ ക്യാൻ പ്ലേ ഓർ സ്റ്റഡി, സെൻറ്റൻസ് യു സി ദേ ക്യാൻ പ്ലേ ഓർ സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒന്നിക്കൽ ചെയ്യാം ഇത് അല്ലെങ്കിൽ അത് എന്ന് പറയുന്ന ഓർ ഒരു ഓപ്ഷൻ പറയുവാണ്. വേറൊന്നാണ് യെറ്റ്. ഈ കോർഡിനേറ്റിംഗ് കൺജങ്ഷനിൽ വേറൊന്ന് യെറ്റ് ആണ്, റെപ്രസെൻറ്റ്സ് എക്സെപ്ഷൻ ഓർ കോൺട്രാസ്റ്റ്. അഗെയിൻ എക്സെപ്ഷൻ പറയുകയാണ് ദേ പ്ലേ യെറ്റ് ദേ സ്റ്റഡി, രണ്ടും ചെയ്യുന്നുണ്ട്, പ്ലേ ചെയ്യുന്നതുകൊണ്ട് യെറ്റ് ദേ സ്റ്റഡി എന്ന് പറയുന്ന ഒരു എക്സെപ്ഷൻ ഓർ കോൺട്രാസ്റ്റ്. ഒരു തരത്തിൽ അത് കോൺട്രാസ്റ്റായിട്ടും വർക്കൗട്ട് ചെയ്യാം. സോ എന്ന് പറയുന്നത് റെപ്രസെൻറ്റ്സ് കോൺസിക്വൻസസ്. ലാസ്റ്റ് ടൈപ്പാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷനിലെ 7th ടൈപ്പാണ് സോ എന്ന് പറയുന്നത്. അത് ഇത് റെപ്രസെൻറ്റ്സ് കോൺസിക്വൻസസ്. ദേ സ്റ്റഡി സോ ദേ ഡു വെൽ, അവർ പഠിക്കുന്നു അതുകൊണ്ട് അതിൻ്റെ ഒരു കോൺസിക്വൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് ആയിട്ട് അവർക്ക് ഇറ്റ്സ് ഗുഡ് ഫോർ ദം എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ. ദേ സ്റ്റഡി സോ ദേ ഡു വെൽ. 2ാമത്തെ ടൈപ്പാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ കഴിഞ്ഞു, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് വരുമ്പം അത് ഇറ്റ് ജോയിൻസ് ദി ഡിപ്പെൻഡൻറ്റ് ഓർ സബോർഡിനേറ്റ് ക്ലോസ് ടു ദ മെയിൻ ക്ലോസ്. ലെങ്തി സെൻറ്റൻസസിൽ നമ്മൾ സിമ്പിൾ സെൻറ്റൻസസിലല്ല, സബോർഡിനേറ്റ് ക്ലോസ് ഒക്കെ വരുന്ന സെൻറ്റൻസസിൽ പാർട്സ് അതിനെ കമ്പൈൻ ചെയ്യാം. മെയിൻ ക്ലോസുമായിട്ട് സബോർഡിനേറ്റിംഗ് പാർട്ടിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കോമൺലി യൂസ്ഡ് ആയിട്ടുള്ളത് ഒരുപാട് അവൈലബിൾ ആണ്. അതിൽ കോമൺലി യൂസ്ഡ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുവാണ്. ഇഫ് ആണ്, രാജു വിൽ കം ഇഫ് ഹീ ഈസ് ഇൻവൈറ്റഡ്.
രാജു വിൽ കം എന്നുള്ളത് മെയിൻ ക്ലോസ്, അതിൻ്റെ അടുത്ത സബോർഡിനേറ്റ് ക്ലോസ് ആണ്, അതിനെ കമ്പൈൻ ചെയ്യുന്നത് ഇഫ് ഹി ഈസ് ഇൻവൈറ്റഡ്. ദാറ്റ് എന്ന് പറയുന്ന റീസൺ പറയാൻ ഐ നോ ദാറ്റ് യു ആർ മൈ അങ്കിൾ, ദാറ്റാണ് അതിൽ സബോർഡിനേറ്റ് ചെയ്യുന്നത്, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. വാട്ട് റീത്ത ഡിഡ് വാട്ട് ഷി വാസ് ആസ്ക്ഡ് ടു ഡു. എക്സാമ്പിൾസ് സെൻറ്റൻസ് പറയുകയാണ്. ഹു ദ മാൻ ഹു സോൾഡ് ദ കമ്പ്യൂട്ടർ ഈസ് എൻ എഞ്ചിനീയർ. വൈൽ ഗെറ്റ് റെഡി വൈൽ ഐ ഈറ്റ് മൈ ലഞ്ച്. സിൻസ് റീസൺ ഒക്കെയാണ് ഇപ്പോൾ പറയുക, സിൻസ് യൂസ് ചെയ്തിട്ട്. ഐ കുഡ് നോട്ട് കം ദർ സിൻസ് ഐ ഹാവ് എ മീറ്റിംഗ്. ഒരു റീസണാണ് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നല്ല. ബിക്കോസ് മീന കനോട്ട് അറ്റൻഡ് ദ ക്ലാസ് ബിക്കോസ് ഷീ ഹാസ് എ ഫീവർ. അപ്പോൾ അതുമൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി സബോർഡിനേറ്റ് ചെയ്യുവാണ്, അത് രണ്ടിനും ജോയിൻ ചെയ്യുവാണ്. ആഫ്റ്റർ മീറ്റ് മീ ആഫ്റ്റർ ദ ക്ലാസ് ഈസ് ഓവർ. സോ യു മീറ്റ് മീ ആണ്, അതിൽ യു ഇംപ്ലോയിഡ് ആണ് സബ്ജക്റ്റായിട്ട്. യു മീറ്റ് മീ ആഫ്റ്റർ ദി ക്ലാസ് ഇസ് ഓവർ എന്ന് പറയുവാണ്. സോ ആഫ്റ്റർ എന്ന് പറയുന്നത് വന്നു. ബിഫോർ എന്ന് വെച്ചാൽ യു ക്യാൻ മീറ്റ് മീ ബിഫോർ ദ ക്ലാസ് ബിഗിൻസ്. വേറൊന്നാണ് ടിൽ. രാജു ലിവ്ഡ് ഇൻ ഡൽഹി ടിൽ ഹി ഗോട്ട് ഹിസ് പ്രസൻറ്റ് ജോബ്. അൺടിൽ വെയിറ്റ് അൺടിൽ ദി ഷോ എൻഡ്സ്. അപ്പോൾ യു വെയിറ്റ് എന്നാണ്. സോ അപ്പം അതിൽ മെയിൻ ക്ലോസ് അവിടെ വന്നു, മെയിൻ പാർട്ട് അവിടെ വന്നു. യു വെയിറ്റ് എന്ന് പറയുന്നതിനോട് അടുത്ത പാർട്ട് സബോർഡിനേഷൻ വരികയാണ്, അൺടിൽ ദ ഷോ എൻഡ്സ്. തേർഡ് ടൈപ്പ് കൺജങ്ഷനാണ് കോറിലേറ്റീവ് കൺജങ്ഷൻസ്. എപ്പോഴും ദേ ഓൾവേസ് എക്സിസ്റ്റ് ആർ യൂസ്ഡ് ഇൻ പെയർ, ആസ് എ പെയർ ആയിട്ടാണ്. അത് എഴുതുമ്പോൾ തന്നെ ബോത്ത് എന്ന് കഴിഞ്ഞിട്ടൊരു ബോത്ത് ആൻഡ് ഒരു എക്സാമ്പിൾ അതാണ് ബോത്ത് ആൻഡ്. അപ്പോൾ അത് എഴുതുമ്പോൾ പോലും നമ്മളൊരു എലിപ്സിസ് ഇട്ടിട്ടാണ്, 3 dots ടുഗെദർ, അതാണ് എലിപ്സിസ്. അതിട്ടിട്ടാണ് നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം യു ഷുഡ് ഓപ്റ്റ് ഫോർ ബോത്ത് എക്കണോമിക്സ് ആൻഡ് ബികോം എന്ന് പറയുമ്പം 2 ഓപ്ഷൻ. അപ്പോൾ അത് രണ്ടും സെപ്പറേറ്റ് പാർട്ട്. അതിന് നടുവിൽ നമ്മൾ വേറൊരു സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുമ്പം വേറെ എന്തെങ്കിലും വേർഡ്സ് അതിൽ വരും. കോറിലേറ്റീവ് കൺജങ്ഷൻസിൽ വേറൊന്നാണ് എയ്തർ ഓർ. എക്സാമ്പിൾ പറയുവാണ് സെൻറ്റൻസ്. സീത ക്യാൻ പിക്ക് എയ്തർ ആപ്പിൾ ഓർ ഓറഞ്ച് ഫ്രം ദി ബാസ്ക്കറ്റ്. നെയ്തർ അലി നോർ ഗീതി ഈസ് വില്ലിംഗ് ടു ഈറ്റ് ദ ഫ്രൂട്ട് എന്ന് പറയുന്നിടത്ത് നെയ്തർ, 2 പേർക്കും ഇല്ല എന്ന് പറയാം. നോട്ട് ഓൺലി ബട്ട് ഓൾസോ, അത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഷീ ഈസ് നോട്ട് ഓൺലി എ ടീച്ചർ ബട്ട് ഓൾസോ എ പെയിൻറ്റർ. ഒരു സബ്ജക്റ്റിനെയൊക്കെ പറ്റി പറയുമ്പോൾ 2 അവൈലബിൾ ആയിട്ടുള്ള 2 കാര്യങ്ങൾ ഒരുമിച്ച് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. വെദർ ഓർ, WHETHER വെദർ, എലിപ്സിസ് ഓർ. അത് വരുമ്പം വെദർ ടു ഈറ്റ് ഓർ പാക്ക് അവർ ഫുഡ് ഹോം ഡിപ്പെൻഡ്സ് ഓൺ വെൻ വി റിട്ടേൺ ഫ്രം വർക്ക്. ഇങ്ങനെയുള്ള യൂസേജസ് ആണ് അതിൽ വരുന്നത്. ഇനി വേറൊന്ന് പാർട്സ് ഓഫ് സ്പീച്ചിൽ വേറൊരു മെയിനായിട്ടുള്ള ഇൻ്റർജെക്ഷൻസ് എന്ന് പറയുന്ന ലാസ്റ്റ് കാറ്റഗറിയാണ് ഇൻ്റർജെക്ഷൻസ്. ഇൻ്റർജെക്ഷൻസ് ആർ വേർഡ്സ് ദാറ്റ് എക്സ്പ്രസ് സഡൻ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് സച്ച് എസ് സർപ്രൈസ്, ഫിയർ, ആങ്കർ, ലവ്, ജോയ്. ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന വേർഡ്സാണ് ഇൻ്റർജെക്ഷൻസ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസിലാണ് നമ്മൾ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൽ വൗ, ഹൊറി, ഔച്ച്, അലാസ്, ഓപ്സ് ഇതൊക്കെയാണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻ്റർജെക്ഷൻസ്. ലോട്ട് ഓഫ് ഇൻ്റർജെക്ഷൻസ് ആർ അവൈലബിൾ. ബട്ട് നമ്മൾ സെൻറ്റൻസസിൽ അതിൻ്റെ യൂസേജ് ഇപ്പം ഹാപ്പിനെസ് കാണിക്കുന്നത് നമുക്ക് മറ്റുള്ള ഫിയർ, ആങ്കറിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. സാഡ്നെസ്സിന് അതിൻ്റെതായ ഓപ്സ്, ഐ സ്റ്റെപ്ഡ് ഓൺ യുവർ ബാക്ക് എന്ന് പറയേണ്ടി വരും. വൗ ദാറ്റ്സ് എ നൈസ് ഡ്രസ്. നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് അതിൻ്റെതായ രീതിയിലുള്ള വേർഡ്സ് യൂസ് ചെയ്യണം. ബട്ട് ഇതെല്ലാം എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസിൽ ഇൻ്റർജെക്ഷൻസ് ആയിട്ടാണ്. അലാസ്, റഹ്മാൻ ലോസ്റ്റ് ഹിസ് വാച്ച് എന്നൊക്കെ പറയുമ്പം അത് കഷ്ടം എന്ന് പറയാൻ വേണ്ടിയിട്ട് ആ രീതിയിലുള്ള വേർഡ്സ് തന്നെ യൂസ് ചെയ്യണം.